ജൂൺ 26 ആൻറ്റി നർക്കോട്ടിക്സ് ഡേ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഒരു ചെറിയൊരു അറിവ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം? അറിവ് അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് നമ്മൾ പുസ്തകങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്തെടുക്കുന്ന ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ അറിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇന്ന് ഇൻഫർമേഷൻ ഓവർലോഡഡാണ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കറിയാമെന്ന് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. എങ്കിൽ എന്താണ് തിരിച്ചറിവ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ആഴത്തിൽ മനസ്സിലാക്കി അതിനെ നമ്മുടെ ജീവിതത്തിലോട്ട് പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് അറിവ് തിരിച്ചറിവായിട്ട് മാറുന്നത്. നമുക്ക് ശ്വാസം ആവശ്യമാണെന്ന് നമുക്കറിയാം. പക്ഷേ എന്നാൽ ശ്വാസം കൊണ്ടുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപയോഗങ്ങൾ അതെന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് വരുമ്പോഴായിരിക്കും നമ്മളതിനൊരു വാല്യൂ കൊടുക്കുന്നത്. നമ്മുടെ അറിവുകളെ എങ്ങനെ തിരിച്ചറിവിലോട്ട് മാറ്റാം, അതിന് വേണ്ടിയിട്ട് 3 ടിപ്പുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ആദ്യമായിട്ട് വേണ്ടത് പ്രാക്ടീസ് ദ നോളജ്. നമുക്ക് ഏതൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാലും ആ അറിവിനെ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിനായിട്ട്, വിജയത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ധൈര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിന്നു പോവുകയാണെങ്കിൽ ഈ താക്കോലെടുത്ത് പ്രയോഗിക്കുക. അപ്പം നമുക്ക് അറിയാം വിജയത്തിൻ്റെ താക്കോലാണ് ധൈര്യമെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഒരവസ്ഥയിൽ ഈ ഒരു താക്കോൽ പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ നേടിയ അറിവ് അവിടെ തിരിച്ചറിവായിട്ട് മാറുന്നത്. അതുപോലെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ സെൽഫ് റിഫ്ലക്ഷൻ. എന്തറിവാണോ നമ്മൾ സായുക്തമാക്കിയിരിക്കുന്നത് അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണ്, അത് എവിടേക്കാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് നമ്മൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. മൂന്നാമതായത് കണക്ട് ഇറ്റ് വിത്ത് യുവർ ലൈഫ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഈ അറിവുകളെ ബന്ധിപ്പിക്കുക. അതിന് ഏറ്റവും എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കെല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വാക്കിനെ പറ്റിയിട്ട് അറിയാം. നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കാറുമുണ്ട്. അതേസമയം ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കുമ്പോൾ ആ വാക്കിന് അത്രത്തോളം മാഹാത്മ്യം കിട്ടുന്നത്. വെറും വാക്കല്ല ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരാൾ സഹായിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. അതേസമയം നമുക്ക് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും വേണം. നമുക്ക് ഉള്ളതല്ല ഓരോ കഴിവുകളും. നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും മൂവ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ പോലും അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ള ആ ഒരു അറിവിനെ തിരിച്ചറിവാക്കുന്നത് അത് നമ്മളെപ്പോഴും നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും ചെറുതല്ല. ആ അറിവുകളെ തിരിച്ചറിവുകളാക്കി മാറ്റുമ്പോഴാണ് അറിവിൻ്റെ വാല്യൂ കൂടുന്നത്. നിങ്ങൾക്കൊരു ഈ വീഡിയോ ഇന്നത്തെ ദിവസം നിങ്ങൾ ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവരും പറയാറുണ്ട് ഡ്രഗ്സിൻ്റെ യൂസേജ് അല്ലെങ്കിൽ അഡിക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ്സുകളും അല്ലെങ്കിൽ ഓരോ സെഷൻസും കേൾക്കുമ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അതേസമയം നമ്മൾ എന്താണ് ഡ്രഗ്സ് എന്നും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുക, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുക, അറിവുകൾ നേടുക. നമ്മുടെ മസ്തിഷ്കത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന ഒന്നുള്ള ആ അറിവിനെ നമ്മൾ മാറ്റിയിട്ട് അത് നമുക്ക് ഹാംഫുൾ ആണെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കി നമ്മളും നല്ല മാർഗങ്ങൾ സ്വീകരിക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഏതൊരറിവോ കിട്ടുന്ന അറിവൊന്നും ചെറുതല്ല. നമ്മൾ അറിവുകൾ മറ്റുള്ളവർക്ക് പകരുമ്പോഴാണ് നമ്മുടെ അറിവുകൾ വളരുന്നത്.
തീർച്ചയായും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.